കുഞ്ഞ് കളിക്കുന്നതിനിടയിൽ അറിയാതെ ഈ വിരൽ ഇഡലിത്തട്ടിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അമർ എന്ന കുഞ്ഞിൻ്റെ വിരലാണ് ഇങ്ങനെ കുടുങ്ങിയത്. വീട്ടുകാരൊക്കെ ശ്രമിച്ചു നടന്നില്ല. അവസാനം ഫയർഫോഴ്സ് കൃത്യമായി വന്ന് ഈ ഇഡലിത്തട്ട് മുറിച്ച് കുഞ്ഞുവിരൽ പതുക്കെ വേദനയൊന്നും കൂടാതെ പുറത്തെടുക്കുകയായിരുന്നു. നയൻതാരയുണ്ട് നമുക്കൊപ്പം കോഴിക്കോട്. നയൻതാര, ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് നയൻതാര ഇന്ന് തത്സമയത്തിൽ വന്നാൽ എന്തെങ്കിലും കുടുങ്ങിയ വാർത്തകളാണ്. അന്ന് കിരിയുടെ തല കുടുങ്ങിയതാണ്, ഇന്നിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അത് രക്ഷപ്പെട്ടു, ആശ്വാസം. ഇതെപ്പോഴാണ് സംഭവിച്ചത്? എത്ര സമയം കാത്തിരിക്കേണ്ടി വന്നു ഫയർഫോഴ്സൊക്കെ എത്തി ആ കുഞ്ഞിൻ്റെ ചിരി കാണാനായിട്ട്? ദീക്ഷ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം ആ അച്ഛനും അമ്മയും അനുഭവിച്ച ഒരു വേദന, അവർ ഈ ഒരു ഇഡ്ഡലി തട്ടിൽ കുഞ്ഞി വിരൽ കുടുങ്ങിയ സമയത്ത് അപ്പം തന്നെ ഓടി ഫയർ സ്റ്റേഷനിലേക്ക് ഓടുകയാണ് ചെയ്തത്. അധിക സമയമൊന്നും എടുത്തില്ല. കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാതെ, കൈയൊന്നും വേദനിപ്പിക്കാതെ ആ ഇഡ്ഡലി തട്ട് കട്ട് ചെയ്തെടുത്തു. കുഞ്ഞിനും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇടപെട്ടത്. കുഞ്ഞും തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് തിരിച്ചു മടങ്ങിയത്. ഇതിൽ വേറൊരു കാര്യം, നമ്മൾ ചില ആൾക്കാരൊക്കെ വാർത്ത കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കുഞ്ഞിന് ഇഡ്ഡലി തട്ടൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ അടുക്കളയിലൊക്കെ ഇരിക്കുമ്പം അവർക്ക് കുട്ടികൾക്ക് കൗതുകമായിരിക്കും അമ്മ എന്താ ചെയ്യുന്നത്, അല്ലെ അമ്മമ്മ എന്താ ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര കൗതുകമായിരിക്കും. അപ്പം ആദ്യം ഒരു സ്പൂൺ എടുത്തു കൊടുക്കും, ഒരു ഗ്ലാസ് എടുത്തു കൊടുക്കും, പിന്നെ അത് പ്ലേറ്റ് എടുത്തു കൊടുക്കും. പിന്നെ ഈ ഇഡ്ഡലി തട്ട് എന്നൊക്കെ പറയുമ്പോൾ കൗതുകമുള്ള സാധനമാണല്ലോ. ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കൈയൊന്നും ഇറങ്ങിയിട്ട് കുടുങ്ങുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അമ്മമാരെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കുട്ടികളെയും കൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരം സാധനങ്ങളൊക്കെ കൊടുത്തു പോകും. പക്ഷേ ഇങ്ങനെ ഒരു അപകടം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം ഈ വാർത്തയിലൂടെ എല്ലാവരും മനസ്സിലാക്കട്ടെ. ശരിയാണ്. അത്